ഈ സമയം ഈ പരേഡിന്റെ പരിപൂർണ നിയന്ത്രണ ചുമതല പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇരുന്നൂറ്റി ദിനരാത്രങ്ങളിലൂടെ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായി തന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ വൈമനസ്യമില്ലാതെ ഏറ്റെടുത്ത് സമാധാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും നിയമപരിപാലനത്തിന്റെയും മുന്നണി പോരാളികളായി മാറാൻ 447 റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾമാർ പരേഡിനായി അണിനിരന്നിരിക്കുകയാണ്. ഇന്നത്തെ വർണ്ണശബളമായ ഈ പാസിംഗ് ഔട്ട് പരേഡിന് മേളക്കൊഴുപ്പേകുന്നത് ബാൻഡ് മാസ്റ്റർ വിനോദ് എം ജി നയിക്കുന്ന KAP 4ാം ബറ്റാലിയന്റെയും KAP 3ാം ബറ്റാലിയന്റെയും KAP 1ാം ബറ്റാലിയന്റെയും ബാൻഡ് പ്ലട്ടൂണുകളാണ്. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് പരിശീലനത്തിന്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്തി പരേഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ പേക്കടം ദേശത്ത് വലിയ വളപ്പിൽ രാമകൃഷ്ണൻ രമാ ദമ്പതികളുടെ മകൻ KAP 4ാം ബറ്റാലിയനിലെ RTPC 9240 ആദർശ് P ആണ്. പരേഡ് കമാൻഡർക്ക് പരിപൂർണ പിന്തുണ നൽകുന്നതിനായി സെക്കൻഡ് ഇൻ കമാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ പേരിമ്പലം ദേശത്ത് തണ്ടായത്ത് കളത്തിങ്കൽ വീട്ടിൽ സെയ്ദിന്റെയും ശ്രീമതി സക്കീനയുടെയും മകൻ മലബാർ സ്പെഷ്യൽ പോലീസിലെ RTPC 698 അക്ബർ അലി TK ആണ്. ഇപ്പോൾ ഇന്നത്തെ പരേഡിന്റെ പരിപൂർണ നിയന്ത്രണ ചുമതല പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡിൽ നിന്നും പരേഡ് കമാൻഡർ ഏറ്റെടുക്കും. നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി. ഇപ്പോൾ പരേഡിന്റെ പരിപൂർണ നിയന്ത്രണ ചുമതല KAP 4ാം ബറ്റാലിയൻ RTPC പരേഡ് കമാൻഡർ 9240 ആദർശ് P ഏറ്റെടുത്തിരിക്കുകയാണ്. സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിന് ആദ്യമായി ഈ ഡയസിൽ എത്തിച്ചേരുന്നത് ഈ പരേഡ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്ന KAP 4ാം ബറ്റാലിയന്റെ ബഹുമാന്യനായ കമാൻഡന്റ് ശ്രീ NJ ദേവസ്യ അവർകളാണ്. അദ്ദേഹം ഈ ഡയസിൽ എത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കും. വർണ്ണശബളവും പ്രൗഢഗംഭീരവുമായ ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് പരിശീലനത്തിന്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്തി പരേഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ പേക്കടം ദേശത്ത് വലിയ വളപ്പിൽ രാമകൃഷ്ണൻ രമാ ദമ്പതികളുടെ മകൻ KAP 4ാം ബറ്റാലിയനിലെ RTPC 9240 ആദർശ് P ആണ്. ഈ സമയം ഇതാ എത്തിക്കഴിഞ്ഞു ബഹുമാന്യനായ KAP 4ാം ബറ്റാലിയൻ കമാൻഡന്റ് ശ്രീ NJ ദേവസ്യ അവർകൾ. അദ്ദേഹം ഈ ഡയസിൽ എത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്.
അടുത്തതായി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഡയസിലെത്തിച്ചേരുന്നത് KAP 2ാം ബറ്റാലിയന്റെ ബഹുമാന്യനായ കമാൻഡന്റ് ശ്രീ രാജേഷ് R ആണ്. അദ്ദേഹം ഈ ഡയസിലെത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കും. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിനു വേണ്ടി 16 പ്ലട്ടൂണുകൾ ചേർന്ന് 5 കണ്ടിൻജന്റായിട്ടാണ് സേനാംഗങ്ങൾ മൈതാനത്ത് അണിനിരന്നിരിക്കുന്നത്. ഈ പ്ലട്ടൂണുകളെ നയിക്കുന്നത് 1ാമത്തെ പ്ലട്ടൂണിന് KAP 4ാം ബറ്റാലിയൻ പ്ലട്ടൂണിന് കണ്ണൂർ ജില്ലയിൽ കാനായി പടിഞ്ഞാറേപ്പുരയിൽ ശ്രീ വിജയൻ ഷീജ ദമ്പതികളുടെ മകൻ RTPC 9229 വിഷ്ണു വിജയൻ PP നയിക്കും. 2ാമത്തെ പ്ലട്ടൂണിന് വയനാട് പുൽപ്പള്ളിയിൽ കൊട്ടിലിങ്കൽ വീട്ടിൽ മാധവൻ ഷീബ ദമ്പതികളുടെ മകൻ RTPC 9218 അജിൽസ് K നയിക്കും. 3ാമത്തെ പ്ലട്ടൂണിന് കാസർഗോഡ് കയ്യൂർ ചീമേനി കാനത്ത് മൂല വീട്ടിൽ കൃഷ്ണൻ ശാന്ത ദമ്പതികളുടെ മകൻ RTPC 9223 ശരത് KM നയിക്കും. 4ാമത്തെ പ്ലട്ടൂണിന് മലപ്പുറം ജില്ലയിൽ എടവണ്ണ കുണ്ടുതോട് വയലിനകത്ത് വീട്ടിൽ മുഷ്താഖ് അലി ആയിഷ ബി ദമ്പതികളുടെ മകൻ RTPC 714 ആഷിഖ് V നയിക്കും. 5ാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ചേമഞ്ചേരി തിരുവങ്ങൂർ കോറോത്ത് വീട്ടിൽ മുരളീധരൻ സ്മിത ദമ്പതികളുടെ മകൻ RTPC 664 അക്ഷയ് MS ആണ്. 6ാമത്തെ പ്ലട്ടൂണിന് വയനാട് ജില്ലയിൽ കണിയാമ്പറ്റ നടവയിൽ നെല്ലിയമ്പം വീട്ടിൽ ഗോവിന്ദൻ രമാ ദമ്പതികളുടെ മകൻ RTPC 737 ഗോകുൽ ഗോവിന്ദൻ നയിക്കും. 7ാമത്തെ പ്ലട്ടൂണിന് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം തനിമോട് കുടപ്പനക്കുന്ന് വീട്ടിൽ പരേതനായ ശ്രീ യൂനുസിൻ്റെയും ജമീല യൂനുസ് ദമ്പതികളുടെ മകൻ RTPC 505 ആസിഫ് യൂസഫ് നയിക്കും. 8ാമത്തെ പ്ലട്ടൂണിന് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ പ്ലട്ടൂണിന് കോഴിക്കോട് ജില്ലയിൽ ചെറുപ്പദേശത്ത് പാറായിൽ വീട്ടിൽ വിജയൻ നിഷ ദമ്പതികളുടെ മകൻ RTPC 734 അതുൽ വിജയ് നയിക്കും. 9ാമത്തെ പ്ലട്ടൂണിന് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ വലപൂർ ദേശത്ത് മുഴുവനാൽ വീട്ടിൽ കുട്ടപ്പൻ അമ്മിണി ദമ്പതികളുടെ മകൻ RTPC 490 ശിവപ്രസാദ് കുട്ടപ്പൻ നയിക്കും. 10ാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് തൃശൂർ ജില്ലയിൽ പീലിക്കാട് വടക്കൂട്ട് വാളാനത്ത് വീട്ടിൽ കൃഷ്ണനുണ്ണി രുക്മിണി ദമ്പതികളുടെ മകൻ RTPC 485 മിഥുൻ കൃഷ്ണ നയിക്കും. 11ാമത്തെ പ്ലട്ടൂണിന് ആലപ്പുഴ ജില്ലയിൽ കടകരപ്പള്ളി പള്ളിക്കൽ പറമ്പിൽ വീട്ടിൽ വർഗീസ് ജെസ്സി വർഗീസ് ദമ്പതികളുടെ മകൻ RTPC 538 വിപിൻ വർഗീസ് നയിക്കും. 12ാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് പാലക്കാട് ജില്ലയിൽ എലവഞ്ചേരി കൊമ്മാന്ത്ര വീട്ടിൽ ശ്രീനിവാസൻ പരേതനായ സുജാതയുടെയും മകൻ RTPC 490 സുജിത് S നയിക്കും. 13ാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് എറണാകുളം ജില്ലയിൽ പറവൂർ ഏഴിക്കര ദേശത്ത് പുതുവാപ്പറമ്പിൽ വീട്ടിൽ പരേതനായ പ്രശാന്ത് PAയുടെയും ഉഷ ദമ്പതികളുടെയും മകൻ RTPC 519 വിഷ്ണു പ്രശാന്താണ്. 14ാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് കോട്ടയം ജില്ലയിൽ തലപ്പുഴം വന്തനാണിക്കൽ വീട്ടിൽ പരേതനായ വേണുഗോപാലൻ നായരുടെയും സരസ്വതിയുടെയും മകൻ RTPC 72 പ്രഭാത് V നായരാണ്. 15ാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പെരുങ്കടവിള ദേശത്ത് തിരുവാതിര ഭവനിൽ ജയകുമാർ വിജയകുമാരി ദമ്പതികളുടെ മകൻ RTPC 945 ആനന്ദ് J ആണ്. 16ാമത്തെ പ്ലട്ടൂണിന് കോഴിക്കോട് ജില്ലയിൽ ചേവായൂർ ദേശത്ത് ആഷാഢം മേലപ്പറമ്പ് വീട്ടിൽ അശോകൻ സുമതി ദമ്പതികളുടെ മകൻ RTPC 16226 അശ്വിൻ അശോക് നയിക്കും. ഈ സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ബഹുമാന്യനായ KAP 2ാം ബറ്റാലിയൻ കമാൻഡന്റ് ശ്രീ രാജേഷ് R അവർക്ക് അദ്ദേഹം ഈ ഡയസിലെത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കും. സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി അടുത്തതായി ഈ ഡയസിലെത്തിച്ചേരുന്നത് ബഹുമാന്യനായ
MSP ബറ്റാലിയൻ കമാൻഡന്റ് ശ്രീ AS രാജു, ഇന്ത്യൻ പോലീസ് സർവീസ് അവർകളാണ്. അദ്ദേഹം ഈ ഡയസിൽ എത്തിച്ചേരുന്നതും സേനാംഗങ്ങൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. ഈ യുവസേനാംഗങ്ങൾ സ്വായത്തമാക്കിയ വിഷയങ്ങൾ നിരവധിയാണ്. ഔട്ട്ഡോർ വിഷയത്തിൽ ശാരീരിക ക്ഷമത, റൂട്ട് മാർച്ച്, തടസ്സങ്ങളെ മറികടക്കൽ, ആയുധമില്ലാതെ ശത്രുവിനെ കീഴ്പ്പെടുത്തൽ, യോഗാഭ്യാസം, കരാട്ടെ എന്നിവയടങ്ങിയ ശാരീരിക പരിശീലനവും, പരേഡ്, അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ഡ്രില്ലും, ആയുധങ്ങളുടെ ഉപയോഗവും പ്രവർത്തനങ്ങളും, സ്ഫോടക വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവും പരിശീലനവും നൽകുന്ന വെപ്പൺ ട്രെയിനിങ്ങും, ജംഗിളിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളടങ്ങിയ ഫീൽഡ് ക്രാഫ്റ്റും, ഇൻഡോർ വിഷയങ്ങളിൽ ഭരണഘടന, BNS, BNSS, BSA, കേരള പോലീസ് ആക്ട്, ഫോറൻസിക് സയൻസ്, ക്രിമിനോളജി തുടങ്ങിയവയും, ഇന്ത്യാ ചരിത്രം, കേരള ചരിത്രം, പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ തുടങ്ങിയ വിഷയങ്ങളിലെ അറിവും, മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കൽ, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ, സൈക്കോളജി എന്നീ വിഷയങ്ങളിലുള്ള തിരിച്ചറിവും, വിവിധ അവസരങ്ങളിൽ ചെയ്യേണ്ട ഡ്യൂട്ടികൾ, VIP ഡ്യൂട്ടികൾ, അത്യാഹിതങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നീ അവസരങ്ങളിൽ ചെയ്യേണ്ട പോലീസ് ഡ്യൂട്ടിയെക്കുറിച്ചുള്ള അവബോധവും സേനാംഗങ്ങൾ നേടിയിട്ടുണ്ട്. ഈ സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ബഹുമാന്യനായ MSP ബറ്റാലിയൻ കമാൻഡന്റ് ശ്രീ AS രാജു IPS അവർകൾ. അദ്ദേഹം ഈ ഡയസിൽ എത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കും. ഒരായിരം നന്മകളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇവരെ നയിക്കുന്നത്. ഈ പരേഡ് ഗ്രൗണ്ടിൽ ഇവർ പഠിച്ചത് നന്മയുടെ പാഠങ്ങളാണ്. ഏറ്റവും മഹത്തരമായ ചിന്തകളോടെ, മൂല്യങ്ങളോടെ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെ സമൂഹ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാണ്. ഇപ്പോൾ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അഭിവാദ്യം അർപ്പിക്കും. ഡയസിലെത്തിച്ചേരുന്ന ബഹുമാന്യനായ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ ആനന്ദ് R IPS അവർക്ക് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി അടുത്തതായി ഡയസിലെത്തിച്ചേരുന്നത് ബഹുമാന്യനായ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ ആനന്ദ് R IPS അവർകളാണ്. മികവുറ്റ ക്രമസമാധാന പാലനം, ലോകശ്രദ്ധ നേടിയ ജനമൈത്രി പോലീസിംഗ്, നാളെയുടെ പ്രതീക്ഷകളായ കുട്ടികളിൽ അച്ചടക്കവും പൗരബോധവും വളർത്തിയെടുക്കാൻ വിഭാവനം ചെയ്ത സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി, സ്മൈൽ, പിങ്ക് പോലീസ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷ നൽകുന്ന വിവിധ തരത്തിലുള്ള സുരക്ഷാ പദ്ധതികൾ, നിർഭയ, പ്രൊജക്ട് ഹോം, അപരാജിത, ഭീകരവിരുദ്ധ ടാസ്ക് ഫോഴ്സ് തുടങ്ങിയ പദ്ധതികളും വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഈ കാലത്ത് വിവര സാങ്കേതിക രംഗത്തെ വൻ കുതിച്ചുചാട്ടത്തിനൊപ്പം കേരള പോലീസും സൈബർ സുരക്ഷാ രംഗത്ത് ഏറെ മുന്നേറുകയുണ്ടായി. രാജ്യാന്തര പ്രശംസ പിടിച്ചു പറ്റിയ സൈബർ ഡോം, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് എന്നിവയും കേരള പോലീസിന്റെ അഭിമാനങ്ങളാണ്. ഈ സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ബഹുമാന്യനായ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ ആനന്ദ് R IPS അവർകൾ. അദ്ദേഹം ഈ ഡയസിലെത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്.
സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഈ ഡയസിൽ അടുത്തതായി എത്തിച്ചേരുന്നത് ബഹുമാന്യനായ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ MR അജിത് കുമാർ IPS അവർകളാണ്. അദ്ദേഹം ഈ ഡയസിൽ എത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ അദ്ദേഹത്തിന് പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അഭിവാദ്യം അർപ്പിക്കും. പ്രിയമുള്ളവരെ, കാലത്തോട് സമം ചേർന്ന് നിന്ന് സ്നേഹത്തിന് പുതുഭാഷ്യം ചമച്ച സൗഹാർദ്ദത്തിൻ്റെ സൗന്ദര്യ ഭൂമികയാണ് ഈ മണ്ണ്. കലയും സാഹിത്യവും കായികവുമെല്ലാം തന്നെ വ്യത്യസ്ത വികാരങ്ങളോട് ഹൃദയത്തിലേറ്റുവാങ്ങിയ മനുഷ്യസ്നേഹികളുടെ ഈ മണ്ണിൽ കാലത്തിനും മായ്ക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ വീരേതിഹാസം രചിച്ച ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെയും രക്തസാക്ഷികളെയും ഒരു വെടിയുണ്ടയുടെയോ കുഴിബോംബിൻ്റെയോ മനുഷ്യബോംബിൻ്റെയോ രൂപത്തിൽ എത്തിയേക്കാവുന്ന മൃത്യുവിനെ തെല്ലും ഭയപ്പെടാതെ നമുക്ക് വേണ്ടി, നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി കൊടും തീവ്രവാദികളോടും ഭീകരവാദികളോടും സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ധീര ജവാന്മാരെയും നാം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തോളം തന്നെ പഴക്കമുണ്ട്. ഒരു ഭാഗത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഭരണം പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് വീര പഴശ്ശിയുടെയും വേലുത്തമ്പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ പടയൊരുക്കം തുടങ്ങിയിരുന്നു. ഈ പോരാട്ടം ലക്ഷ്യം കണ്ടത് 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. മഹത്തായ ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നപ്പോഴേക്കും നിരവധി ധീരയോദ്ധാക്കളുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അവർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് നാം ഓരോരുത്തരും. ഇന്ന് ഈ പാസിംഗ് ഔട്ട് ദിനത്തിൽ ഇവരെയെല്ലാം നാം നിറഞ്ഞ മനസ്സോടെ ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ്. ഏറ്റവും ഉന്നതമായ അച്ചടക്കവും മൂല്യവും എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് കേരള പോലീസിലേക്ക് കടന്നു വന്ന ഇവരിൽ 40 പേർ ബിരുദാനന്തരധാരികളും 192 പേർ ബിരുദധാരികളും 11 പേർ ITI യോഗ്യത ഉള്ളവരും 39 പേർ ഡിപ്ലോമക്കാരും 33 പേർ BTech യോഗ്യതയുള്ളവരും 9 MBA ധാരികളും MTech യോഗ്യതയുള്ള ഒരാളും B.Ed യോഗ്യതയുള്ള 4 പേരും ഉൾപ്പെടുന്നു. ഇന്നത്തെ ഈ പരേഡ് നയിക്കുന്നത് പരിശീലനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്തി പരേഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട KAP 4-ാം ബറ്റാലിയനിലെ RTPC 9240 ആദർശ് P ആണ്. ഈ സമയം ഇതാ എത്തിക്കഴിഞ്ഞു ബഹുമാന്യനായ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ MR അജിത് കുമാർ ഇന്ത്യൻ പോലീസ് സർവീസ് അവർകൾ. അദ്ദേഹം ഈ ഡയസിൽ എത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കും. സമയം കൃത്യം 8:30 ഈ ഡയസിൽ എത്തിച്ചേരുന്നത് ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ വിശിഷ്ടാതിഥി ബഹുമാന്യനായ കേരള സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ത്യൻ പോലീസ് സർവീസ് അവർകളാണ്. ഇന്ത്യയിലെ പോലീസ് സേനകളിൽ കേരള പോലീസിന് പ്രഥമ സ്ഥാനം വഹിക്കുവാൻ വിസ്മരിക്കാനാവാത്ത നേതൃത്വം നൽകി വരുന്ന കേരള സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS അവർകൾ. അദ്ദേഹം ഈ ഡയസിൽ എത്തിച്ചേരുന്നതോടുകൂടി സേനാംഗങ്ങൾ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കും. ജനാധിപത്യത്തിന്റെ പുതിയ മുഖവുമായി കേരള പോലീസ് ഏറ്റവും നന്നായി മുന്നേറുന്ന ഒരു കാലമാണിത്. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ജനമൈത്രി സുരക്ഷാ പദ്ധതി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന വിവിധങ്ങളായ പദ്ധതികൾ എല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. കേരള പോലീസിന് നവമുഖം നൽകാൻ ഈ 447 സേനാംഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ അണിനിരന്നിരിക്കുകയാണ്.
മഹാനായ മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും തുടങ്ങി പ്രമുഖർ മാത്രമല്ല, പതിനായിരക്കണക്കിന് നാട്ടുപടയാളികളും പേരറിയാത്ത ആയിരങ്ങളും ആഗ്രഹിച്ച നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആത്മപ്രഭാവം. റെഡ് ഫോർട്ടിന്റെ മനോഹര മട്ടുപ്പാവിൽ ചാച്ചാജി 1947 ഓഗസ്റ്റ് 15 ഉയർത്തിയ ധീരതയുടെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ശൗര്യത്തിന്റെയും പ്രതീകമായ ഭാരത മഹാരാജ്യത്തിന്റെ പതാകയെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യുന്ന ഇവർ അഭിവാദ്യം അർപ്പിക്കും. അല്പസമയത്തിനകം ഡയസിലെത്തിച്ചേരുന്ന ബഹുമാന്യനായ കേരള സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS അവർക്ക് കണ്ടു പരിചയിച്ച മുഖങ്ങളെ, നേടിയ സ്നേഹബന്ധങ്ങളെ മരണം വരെ കാത്തുസൂക്ഷിക്കാൻ, വേർപാടിന്റെ ഹൃദയവേദനയിലും ആ സ്നേഹം പുതിയ പരീക്ഷണങ്ങളെ നേരിടുന്നതിനുള്ള ഊർജമായി മനസ്സിൽ ആവാഹിച്ച് അറിവിന്റെ പുതിയ അക്ഷരങ്ങൾ ചെവിയിലൊതിത്തന്ന ഗുരുക്കന്മാർക്ക് നന്ദി പറഞ്ഞ് പ്രത്യാശയുടെ പുതുയുഗത്തിനെ വരവേൽക്കാൻ വെമ്പൽ കൊള്ളുന്നു ഈ യുവ സേനാംഗങ്ങൾ. സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ വിശിഷ്ടാതിഥി കേരള സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS അവർ. ഇപ്പോൾ ഈ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കും. ഈ സമയം പരേഡ് കമാൻഡർ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി മുമ്പാകെ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പരേഡ് കമാൻഡറുടെ അകമ്പടിയോടുകൂടി ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ വിശിഷ്ടാതിഥി ബഹുമാന്യനായ കേരള സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS അവർ ഈ പരേഡ് പരിശോധിക്കുന്നതിനായി പുറപ്പെടുന്നു.
കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും അഭിലാഷവുമായതും വൈവിധ്യത്തിലും ഓരോ ഭാരതീയനെയും ഒരുമിപ്പിക്കുന്നതുമായ ഊർജപ്രവാഹം. എത്രയോ ധീരദേശാഭിമാനികൾ മാറോട് ചേർത്ത് പുണർന്ന അശോക ചക്രാങ്കിത ത്രിവർണ്ണ പതാകയെ സാക്ഷി നിർത്തി വർഗവർണ്ണ ജാതിമത കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്കതീതമായി അഖണ്ഡതയും ഐക്യവും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന നിയമതത്വങ്ങളും പാലിച്ച് നിയമാനുസൃതമായി സമൂഹരക്ഷയ്ക്കായി പ്രവർത്തിക്കുമെന്ന് ഇവർ പ്രതിജ്ഞ ചെയ്യും. ഈ സമയം ത്രിവർണ്ണ പതാക വന്ദേ മാതരം എന്ന ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ മൈതാനത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. ഓരോ ഭാരതീയന്റെയും ഹൃദയരക്തത്തിൽ അലിഞ്ഞു ചേർന്ന ദേശീയ ഗാനത്തിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ ഉയരുകയായി. സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദേശീയ പതാകയ്ക്ക് നാഷണൽ സല്യൂട്ട് അർപ്പിക്കുമ്പോൾ എല്ലാവരും ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. തുടർന്ന് MSP ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ രതീഷ് M സേനാംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാണ്. സേനാംഗങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രതിജ്ഞ ഉറക്കെ ഏറ്റുചൊല്ലുന്നതുമാണ്.
വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തയും പൂർണ്ണ പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗം എന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും വർഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമത ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസിന്റെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഏറ്റവും പ്രൗഢഗംഭീരവും വർണ്ണശബളവുമായ മാർച്ച് പാസ്റ്റ് ആരംഭിക്കുകയാണ്. 16 പ്ലട്ടൂണുകളിലായി 5 കണ്ടിൻജന്റുകളായി അണിനിരുന്ന സേനാംഗങ്ങൾ ആദ്യം സ്ലോ മാർച്ചിലും തുടർന്ന് ക്യുക്ക് മാർച്ചിലും വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ഡയസിന് മുന്നിലൂടെ കടന്നുപോകും.
സൈന്യത്തിന് ഒരേ മനസ്സ് മാത്രമാണുള്ളത്. ആത്മാവിന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ ഉൾക്കരുത്തുമായി പരേഡ് ഇപ്പോൾ ഒരേ താളത്തിൽ റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്യുന്നതും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. പരിശീലനത്തിന്റെ ഭാഗമായി നടന്ന വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്കുള്ള ട്രോഫികൾ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ഇപ്പോൾ വിതരണം ചെയ്യുന്നു. ആദ്യമായി KAP 4ാം ബറ്റാലിയനിലെ സേനാംഗങ്ങൾക്കുള്ള ട്രോഫികളാണ് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി വിതരണം ചെയ്യുന്നത്. ബെസ്റ്റ് ഇൻഡോ RTPC 9247 സുജിത് സി. RTPC 9223 ശരത് കെ. ബെസ്റ്റ് ഷൂട്ടർ RTPC 9270 മുജീബ് റഹ്മാൻ. KAP 4ാം ബറ്റാലിയൻ ഓൾറൗണ്ടർ RTPC 9223 ശരത് KM. ബെസ്റ്റ് ഇൻഡോ RTPC 734 അതുൽ വിജയ്. ബെസ്റ്റ് ഔട്ട്ഡോർ RTPC 714 ആഷിഖ് വി. ബെസ്റ്റ് ഷൂട്ടർ RTPC 737 ഗോകുൽ ഗോവിന്ദൻ. ബറ്റാലിയൻ ഓൾറൗണ്ടർ RTPC 698 അക്ബർ അലി.
രണ്ടാം ബറ്റാലിയൻ ബെസ്റ്റ് ഇൻഡോ RTPC 552 സഞ്ജിത് ആർ. ബെസ്റ്റ് ഔട്ട്ഡോർ RTPC 490 സുജിത് എസ്. ബെസ്റ്റ് ഷൂട്ടർ RTPC 536 സേനു എൻ. KAP രണ്ടാം ബറ്റാലിയന്റെ ഓൾറൗണ്ടർ RTPC 538 വിപിൻ വർഗീസ്. KAP അഞ്ചാം ബറ്റാലിയന്റെ ബെസ്റ്റ് ഇൻഡോ RTPC 498 യദുകൃഷ്ണ എസ്. ബെസ്റ്റ് ഔട്ട്ഡോർ RTPC 505 ആസിഫ് യൂനസ്. ഷൂട്ടർ RTPC 507 അമൽദേവ് PS. KAP അഞ്ചാം ബറ്റാലിയന്റെ ഓൾറൗണ്ടർ RTPC 505 ആസിഫ് യൂനസ്. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ബെസ്റ്റ് ഇൻഡോ RTPC ഡ്രൈവർ 940 ബാലു AG. ബെസ്റ്റ് ഔട്ട്ഡോർ RTPC ഡ്രൈവർ 72 പ്രഭാത് V നായർ. ബെസ്റ്റ് ഷൂട്ടർ RTPC 942 വൈശാഖ് VS. IRB ഓൾറൗണ്ടർ RTPC ഡ്രൈവർ 513 താജുദ്ദീൻ. പരിശീലനത്തിന്റെ ഭാഗമായി നടന്ന വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്കുള്ള ട്രോഫികളാണ് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ഇപ്പോൾ വിതരണം ചെയ്തത്.
ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി കേരള സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS അവർ പാസിംഗ് ഔട്ട് ദിന സന്ദേശം നൽകുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എലി ബറ്റാലിയൻ ശ്രീ അജിത് കുമാർ, മറ്റ് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവിയുടെ സീനിയർ ഉദ്യോഗസ്ഥർ, ഇന്ന് ഇവിടെ പോലീസിൻ്റെ അംഗങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളെ, അവരുടെ കുടുംബ പരിവാരം, മറ്റ് സഹോദരി സഹോദരന്മാരെ, മീഡിയ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ഇന്ന് ഇവിടെ പാസ് ഔട്ടായ 447 പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിൻ്റെ കുടുംബത്തിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം ഇന്ന് വളരെ നല്ല പരേഡ് കാണിച്ച നിങ്ങളെല്ലാവരോടും ഓരോരുത്തരോടും ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ട്രെയിൻ ചെയ്ത ട്രെയിനേഴ്സ്മാരും ഈ അവസരത്തിലേക്ക് ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ 447 ഉദ്യോഗസ്ഥരിലെ 125 MSP ബറ്റാലിയനും 100 പേര് KP2 ബറ്റാലിയൻ, 82 പേര് KP4, 40 പേര് KP5 അംഗങ്ങളാണ്. കൂടാതെ KP 2ാം ബറ്റാലിയൻ, MSP, SAP, KP 1ാം ബറ്റാലിയൻ, KP 4ാം ബറ്റാലിയൻ, KP 5ാം ബറ്റാലിയൻ, DHQ കാസർഗോഡിൻ്റെ ഡ്രൈവർ കോൺസ്റ്റബിൾമാരും ഈ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും പോലീസിൻ്റെ ജോലി എന്താണ് എന്ന കാര്യം നിങ്ങളെ ഈ ട്രെയിനിങ് കാലാവധിയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ ഔട്ട്ഡോർ ക്ലാസ്സസും കുറേ ഇൻഡോർ ക്ലാസ്സസും പഠിച്ച് നിങ്ങൾ പാസ്സായി ഇന്ന് അംഗങ്ങളായിട്ടുണ്ട്. ഈ ബാച്ചിൻ്റെ പ്രത്യേകത ഇവർക്കും പഴയ നിയമങ്ങളാണ് IPC, CRPC, എവിഡൻസ് ആക്ട് കൂടാതെ പുതിയ നിയമങ്ങളായിട്ടുള്ള ANS, BSNS കൂടി പഠിച്ച ഒരു ബാച്ചാണ്. നിങ്ങളെ ഈ ഔദ്യോഗിക ജീവിതത്തിലെ കിടക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കേരള പോലീസിൻ്റെ മോട്ടോ മൃദുഭാവയെ വിളക്കുത്തി. ഏറ്റവും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മളടുത്ത് വരുന്ന നമ്മളെ കൊണ്ട് എന്തെങ്കിലും സർവീസ് ആവശ്യപ്പെട്ട് വരുന്ന ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എനിക്ക് കിട്ടിയ എല്ലാ സന്ദർഭത്തിലും എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരൊറ്റ വാക്യമുണ്ട്. നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് ഏതെങ്കിലും ഓഫീസിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളോട് മറ്റേ ആൾക്കാർ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമോ അതിനേക്കാൾ ബെറ്ററായിട്ട് നമ്മൾ അങ്ങോട്ട് പ്രവർത്തിച്ചാൽ പകുതി പ്രശ്നങ്ങൾ തീരും. നിങ്ങളടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വന്നാൽ അവർ വഴിക്ക്
നന്നായിട്ട് സംസാരിക്കുക, പെരുമാറുക, അവരുടെ പ്രശ്നം എത്രയും വേഗം പരിഹാരമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതാണ് ശരിക്കുള്ള ഒരു ജനമൈത്രിയും ജനങ്ങളുടെ ഒരു വിശ്വാസം നേടിയെടുക്കാനുള്ള വഴി. നിങ്ങളെ എവിടെ പോയാലും എന്ന തസ്തികയിൽ നിന്നാലും ഈ കാര്യം ഒരിക്കലും മറക്കണം. അതുകൂടാതെ ലോകത്തിലെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരും. പണ്ട് കാലത്തുള്ള പോലെ അല്ല ഇന്നത്തെ പോലീസ് സേവനം. ഒരുപാട് പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ ക്രൈംസ് ഉണ്ട്, ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇതുപോലത്തെ വിവിധ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള പരിശീലനം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. പക്ഷെ ഇതിവിടെ വിടാതെ ഭാവിയിൽ ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടി എടുക്കുക. നിങ്ങളെ താല്പര്യമുള്ള ആൾക്കാർ അത് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിലെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ കൂടുതൽ ട്രെയിനിങ് കൊടുത്തിട്ട് സ്പെഷ്യലിസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി ഇപ്പോഴും നടക്കുന്നതാണ്. ഈ ബാച്ചിലെയും അങ്ങനെ വിദഗ്ധരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്ങും കൊടുക്കാനും നമ്മൾ ആലോചിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരാണ്. 40 പേര് പോസ്റ്റ് ഗ്രാജുവേഷൻ, 9 പേര് MBA, ഒരാൾ MTech, 192 ഗ്രാജുവേറ്റ്സും, 33 BTech, 4 BA, 39 ഡിപ്ലോമ മോഡൽസ്. നിങ്ങളുടെ ഈ നോളജ് വേസ്റ്റ് ആക്കാതെ പോലീസിലെ എന്തൊക്കെ കാര്യത്തിൽ ഇത് ഉപയോഗപ്പെടുത്തുമോ നോക്കിയിട്ട് അവിടെ പ്രയോഗിക്കുക. പോലീസിലെ ജോലി പറഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഒരു കൂൾനെസ് വിടാതെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. നിങ്ങളെല്ലാവരും ഒരുപാട് തെറ്റും ഉള്ള സമയത്തിൽ നിങ്ങളുടെ കണക്കിലെ ഒരു കൊച്ചു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വരണം. ഒരു കാര്യം മനസ്സിലാക്കണം, ആ കൊച്ചു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന വ്യക്തിക്ക് അത് വലിയ കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും. അതുകൊണ്ട് എന്ത് ആവശ്യത്തിന് ആര് വന്നാലും അപ്പം തന്നെ അതിനെ നല്ല മനസ്സോടുകൂടി ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എല്ലാവർക്കും ഈ കാര്യത്തിൽ പോലീസ് ജോലിയിലെ നല്ല വിജയം സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കാം. കുറ്റാന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. ആ കാര്യത്തിലെ കൂടുതൽ കാര്യക്ഷമതയും സ്പെഷ്യലൈസേഷനും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് വളരെ നന്നായിരിക്കും. ഭാവിയിലെ നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ ഇമേജിന്, നിങ്ങളുടെ ഇമേജിൻ്റെ കൂടെ പോലീസിൻ്റെ മൊത്തത്തിലുള്ള ഇമേജിന് ഒരു നല്ല രീതിയിൽ വഴറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഈ വഴിക്ക് കിട്ടും. നിങ്ങളെല്ലാവരും ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചിട്ട് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും പോലീസിൻ്റെ കുടുംബത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ നന്മകളെ വിഷ് ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അറിവിന്റെ പുതിയ അക്ഷരങ്ങൾ ചെവിയിൽ ഓതി തന്ന ഗുരുക്കന്മാർക്ക് നന്ദി പറഞ്ഞ് പ്രത്യാശയുടെ പുതിയ യുഗത്തിനെ വരവേൽക്കാൻ അൾഡിലോങ് സൈൻ എന്ന ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഇവർ പീൽ ഓഫ് ചെയ്ത് ഈ പരേഡ് ഗ്രൗണ്ടിനോട് വിട പറയുകയാണ് അവരുടെ കർമ്മപദത്തിലേക്ക്.
ചടങ്ങിന് മഹനീയമായ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർത്ത കേരള സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS അവർകൾ, ബഹുമാന്യനായ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ MR അജിത് കുമാർ IPS സർ അവർകൾ, ബഹുമാന്യനായ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ ആനന്ദാർ IPS അവർകൾ, ബഹുമാനായ DSC കമാൻഡർ സുകുമാർ K. പിള്ളൈ, നേവൽ അക്കാഡമി ഏഴിമല ലഫ്റ്റനന്റ് കമാൻഡർ അറ്റ് ആംസ് അസ്തേഹം സത്താജി അവർകൾ, DSC കമാൻഡന്റ് PS നാഗര അവർകൾ, ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ നിതിൻ രാജ് IPS അവർകൾ, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് കണ്ണൂർ റൂറൽ ബഹുമാനപ്പെട്ട അനൂജ് ഫലിവാൾ IPS അവർകൾ, മറ്റുന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമ സുഹൃത്തുക്കൾ, ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് വർണ്ണശബളമാക്കിയ പ്രൗഢമാക്കിയ പോലീസ് കുടുംബാംഗങ്ങൾക്കും മറ്റ് അഭ്യുദയകാംക്ഷികൾക്കും കേരള പോലീസിന്റെയും MSP KAP 2, 4, 5 ബറ്റാലിയനുകളുടെയും ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെയും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമയം ഈ പരേഡ് ക്ലോസ് ചെയ്യുന്നതിനുള്ള അനുമതിക്കായി പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥി മുമ്പാകെ റിപ്പോർട്ട് ചെയ്യുന്നു.